ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. അല്ല, പ്രണവ് അവനൊരു മീറ്റിംഗ് കൂടെ ഉണ്ട്. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അവൻ കമ്പനിക്കാരിൽ വന്നോളൂ. സത്യം പറഞ്ഞ ഞാനൊന്ന് പേടിച്ചുപോയി. ഇന്നും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കാണുമെന്ന്. നെവർ. ഇനി ഞാൻ അത്തരം ഒരു ഇഷ്യൂവിലും കുരുങ്ങില്ല ഗതി. നീ ആ കാര്യത്തിൽ പേടിക്കേ വേണ്ട. എങ്കിൽ വേഗം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കോഫി എടുത്ത് വെക്കാം. കോഫി മാത്രമാക്കണ്ട, നല്ല വിശപ്പുണ്ട്. സ്നാക്സ് എന്തെങ്കിലും എടുക്കാം. സ്നാക്സ് എന്ന് പറയുമ്പോ നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഇലയുടെ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു തന്നെ. എങ്കിൽ പിന്നെ ഫ്രഷ് ആവലൊക്കെ പെട്ടെന്ന് വേണ്ട, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയക്കും. അപ്പോഴേക്കും ഞാൻ ഇലയുടെ ഉണ്ടാക്കാം. ഓക്കേ, ഡൺ, സെറ്റ്. നീ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങു ഗൗതം, അപ്പോഴേക്കും ഞാനിങ്ങ് എത്തിക്കോളാം കേട്ടാ. യെസ്, ഇത് തന്നെയാ തക്ക സമയം. ഹലോ അമ്മേ. ഷോ, എന്റെ അമ്മേ, ആ കഥയൊക്കെ പറയാതെ ഇരിക്കുന്നതാ നല്ലത്. ഗൗതമിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് തന്നെ സങ്കടം തോന്നുക. ഗൗതം അനാഥരാണെന്നുള്ള സത്യം ഞാൻ കാരണമാണ് പുറത്തറിഞ്ഞതെങ്കിലും എനിക്കിപ്പോ സങ്കടം തോന്നുക. ആർക്കായാലും സങ്കടം തോന്നില്ലേ അമ്മേ? ഓഫീസിൽ വെച്ച് ഗൗതമിന്റെ ശമ്പളം വാങ്ങുന്ന സ്റ്റാഫുകൾ പോലും അനാഥനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുമ്പോ എന്തൊരു കഷ്ട. വീണ്ടും ഓഫീസിലൊക്കെ പോയി. പാവം, ഇവിടുന്ന് ഇറങ്ങി എങ്ങോട്ട് പോവാനാ? അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അങ്ങ് സഹിക്കുക, അത് തന്നെ, വേറെ വഴിയില്ലല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ. പക്ഷെ സ്വന്തം വീട്ടിലുള്ളവർ പോലും ഗൗതമ ഇങ്ങനെ പറ്റിക്കാണെന്ന് ഓർക്കുമ്പോ ഈ പറയുന്ന എനിക്ക് പോലും സങ്കടാവുക. ഗൗതമേ അനാഥനാണെന്ന നാട്ടില് പാട്ടായതോടെ ഇവിടെ ആർക്കും ഗൗതമനോട് പഴയ താല്പര്യമൊന്നും ഇല്ല. തൽക്കാലത്തേക്ക് തള്ളിക്കളയാതെ കൂടെ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. അതാണമ്മ കാര്യം. പെട്ടെന്ന് ഗൗതമൻ അങ്ങനെ ഒരു സംശയം തോന്നാൻ പാടില്ലല്ലോ. ഇനിയൊരു കാര്യം അമ്മയ്ക്ക് അറിയോ? പ്രണവ് പോലും എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഏട്ടന് ഒരു സംശയവും വരാതെ നോക്കണോന്ന്. അങ്ങനെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഉള്ളിലുള്ള അവരുടെ വെറുപ്പ് പുറത്തു കാണാതെ മറച്ചു പിടിച്ച് ഗൗതമന്റെ മുന്നിൽ അഭിനയിക്കണം എന്ന് തന്നെയല്ലേ? ഇവിടുത്തെ ഭിത്തികൾക്കോലും കാതുള്ളതാ. ഞാനേ ഒന്ന് മാറി നിന്ന് സംസാരിക്കാം. അമ്മ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരു മിനിറ്റ്. ആള് കൂടെ വരുന്നുണ്ട്. എന്തായാലും കേറി കൊത്തി. അമ്മേ പറയമേ. അമ്മ ചോദിച്ച അതേ സംശയം എനിക്കും തോന്നിയതാ. ഗൗതം അനാഥനാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു എന്നത് സത്യം. പ്രണവിന് മാത്രമാണല്ലോ ഇതൊരു പുതിയ അറിവ്. അപ്പൊ പിന്നെ ഇവരെന്തിനാ അതിനെ ഒരു പ്രശ്നമാക്കുന്നതെന്ന് ഞാൻ ഒളിഞ്ഞു മറിഞ്ഞു ഇവിടെ എല്ലാവരോടും ചോദിച്ചു. അതിന് മറുപടി എനിക്ക് കിട്ടുകയും ചെയ്തു. എന്റെ അമ്മേ, ഗൗതമിന്റെ ആ കാര്യം നേരത്തെ വസുന്ധര ആന്റിക്കും ഗോപി അങ്കിളിനും പാർവതി ആന്റിക്കും മാത്രമല്ലേ അറിയായിരുന്നുള്ളൂ. ഇതിപ്പോ ഈ നാട്ടിൽ ഇനി ആരാ അറിയാനുള്ളത്? ഓഫീസിലെ മുഴുവൻ ആൾക്കാരും അറിഞ്ഞു. വസുന്ധര ആന്റിയുടെ ക്ലബിലും അറിഞ്ഞു. ഗൗതമിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞു. അതോടെ എല്ലാവർക്കും അതൊരു വലിയ അപമാനമായി.
അമ്മേ ആവശ്യമില്ലാത്ത കുറ്റം കൂടി എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. ഞാനിതൊന്നും അറിഞ്ഞ കാര്യം പോലും അല്ലേ. എനിക്കിപ്പോ സത്യം പറഞ്ഞ ഗൗതമിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവരും കരുതുന്നതും ഗൗതം എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. അനാഥനായി പോയതിന് ആ പാവ എന്ത് പഴിച്ചു? അതാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതെന്താണ് പറ്റിയത്? ഒരാൾ ഒഴിയാതെ എല്ലാവരും ഗൗതമന്റെ മുന്നിൽ തകർത്ത് അഭിനയിക്കുക. ഇപ്പോഴത്തെ ഈ ടെൻഷനൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞ പതുക്കെ പതുക്കെ എല്ലാവരും ആ പാവം ഗൗതമനെ കൈവിടുവമ്മേ. അതോടെ ആ മനുഷ്യ ഇവിടുന്ന് പുറത്താവുകയും ചെയ്യും. ഈ വസുന്ധരാന്റിക്ക് വലിയ തന്റെ ഇടാണെന്നൊക്കെയല്ലേ പറഞ്ഞേ. ഇനി ഗൗതമിന് താല്പര്യം ഇല്ലെങ്കിൽ മുഖത്ത് നോക്കി അതങ്ങ് പറഞ്ഞ പോരെ. ഗൗതമേ നട്ടലുള്ളവനാ. ആ നിമിഷം ഇവരുടെയൊക്കെ ആഗ്രഹം പോലെ നിധിയും കൊണ്ട് ഗൗതം ഇവിടുന്ന് ഇറങ്ങിയിരിക്കും.